ഹായ്. നമ്മളിന്ന് ഷോപ്പ് കിട്ടുന്നത് ബ്രോസ്റ്റ് നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അതേ ടേസ്റ്റും അതേ പൗഡറും വെച്ചിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്കിന്നില്ലാത്ത ചിക്കനാണ്. മുമ്പ് കാണിച്ചത് അതിൻ്റെ റെഡ് മസാല, ഇത് അതിൻ്റെ വൈറ്റ് പൗഡർ. ഈ റെഡ് മസാല ഇത് 1 കിലോ ചിക്കനിലേക്ക് ആഡ് ചെയ്തു. ഇതേ രൂപത്തിലൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി ഇതേ രൂപത്തിൽ മിക്സാക്കി റെഡ് കളറിലോട്ട് വരും. വേറെ ഒരു സംഗതി നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ കൂളറിലെ പുറത്ത് വെക്കുക. അതിനിടയിൽ നമ്മൾ മയോണൈസ് അടിച്ചിട്ടോ. മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മയോണൈസൊക്കെ നല്ല കട്ടിയിലാണ് അടിച്ചത് കേട്ടോ. മയോണൈസ് അടിക്കുന്ന ഇതൊക്കെ വേറെ വീഡിയോ ഒക്കെ ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എടുത്ത് നോക്കിയപ്പോൾ ഇതേ രൂപത്തിലാണ്. 300 ഗ്രാം മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 50 ഗ്രാം വൈറ്റ് പൗഡറിലേക്ക് 300 ഗ്രാം മൈദയാണ്. ഈ വൈറ്റ് പൗഡർ 50 ഗ്രാം അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നു. ഇതേ രൂപത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി മറിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ പൗഡറായിട്ട് വരും. ഇതിന് ശേഷം ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ചിക്കൻ്റെ പീസ്, സ്കിന്നിൻ്റെ ആവശ്യമില്ല, ഇതേപോലെ നമ്മൾ മിക്സ് ആക്കി വെച്ച പൗഡർ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നതിന് ശേഷം ഫസ്റ്റ് റൗണ്ടാണ് അത് വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് രണ്ടാമത് ആ പൗഡറിലേക്ക് ഇട്ടിട്ട് ആ പൗഡർ ഇതൊന്നും കൂടി മുകളിലോട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ ബ്രോസ്റ്റിൻ്റെ പൗഡറിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഒന്നും കൂടി ക്രിസ്പി ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്നാക്കി കൊടുത്താൽ ഈ രൂപത്തിലായിട്ട് കിട്ടും. നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ചൂടായ ചട്ടിയിലേക്ക് ഓരോരോ പീസ് ബ്രോസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചിക്കൻ പൗഡർ ഒക്കെ അതിന് നല്ലോണം ആയിട്ടുണ്ട്. ഇതേപോലെ 6-7 പീസ് ഇതിലേക്ക് ഒരു 2 ലിറ്റർ എണ്ണയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇതേ രൂപത്തിൽ നമ്മുടെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതേ ബ്രോസ്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിലും അതേ കളറിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിലേക്ക് വീഴുന്ന പ്ലേറ്റിലേക്ക് വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല ക്രിസ്പി ആയിരുന്നു. ഉള്ളിലേക്ക് നല്ല വൈറ്റ് നിറമായിരുന്നു. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ബ്രോസ്റ്റിൻ്റെ ഏകദേശം രൂപമായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്കാ വൈറ്റ് നിറത്തിലതാ. ഇതിന് സ്കിന്നാണ്. നമ്മൾ വേറെ സ്കിന്നുള്ള ചിക്കനല്ല വാങ്ങിച്ചത്. ഒരു കുബൂസും കൂടെ കൂട്ടി ഒരു ഫ്രഞ്ച് ഫ്രൈസ് മുകളിൽ വെച്ച് മയോണൈസ് ഇത്ര ആഡ് ചെയ്തു. നമ്മളത് ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉൾവശം. ഓക്കെ, ബൈ.